സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ തീരുമാനം. പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിക്കും. മൊഴി ലഭിച്ചാൽ കേസെടുത്ത് തുടരന്വേഷണം നടത്തും. പരാതിയില്ലാതെ അന്വേഷിക്കാനാവില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു ആണ് ചേരുന്നത്. അനു, എന്തായാലും ഇപ്പോൾ ഒരു അന്വേഷണത്തിനായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിലാണ് ഇപ്പോൾ അന്വേഷണ നടപടികൾ ആരംഭിക്കുന്നത്. ഏതു രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക? സ്വതി, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഹേമ കമ്മിറ്റിയുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങളെ അന്വേഷിക്കുന്നതിനല്ല ഇങ്ങനെ ഒരു പ്രത്യേക സംഘത്തെ ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഈ പോലീസ് സംഘം ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രത്യേകിച്ച് സംവിധായകൻ രഞ്ജിത്ത്, അതുകൂടാതെ തന്നെ നടൻ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘമല്ല. ഇപ്പോൾ ചില വ്യക്തികൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ തങ്ങൾക്ക് പ്രസ്തുത മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിക്കുന്ന അഭിമുഖങ്ങളും പ്രസ്താവനകളും വന്നിട്ടുണ്ട്. ഈ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് ഇക്കാര്യം ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ 7 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സംഘത്തിന്റെ ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷാണ്. ഈ അന്വേഷണ സംഘത്തിൽ സ്പർജൻ കുമാറിനെ കൂടാതെ DIG S അജിത ബീഗം, SP ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് മെറിൻ ജോസഫ്, G പൂങ്കുഴലി AIG, അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഐശ്വര്യ ഡോങ്ക്രെ, AIG V അജിത്ത്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവർ ഉൾപ്പെടുന്ന 7 അംഗ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് ഹേമ കമ്മീഷനിലെ റിപ്പോർട്ടിലെ പരാമർശങ്ങളോ അതുമായി ബന്ധപ്പെട്ട പരാതികളോ അല്ല. പകരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ചില സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന അവരുടെ ആരോപണങ്ങൾ, പരാതികൾ ഒക്കെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തതാണ്. സിദ്ദിഖിനെതിരെയും അതുകൂടാതെ തന്നെ ഈ പറയുന്ന രഞ്ജിത്തിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രാഥമിക അന്വേഷണത്തിനായി നിയോഗിക്കുമെന്ന് ന്യൂസ് മലയാളം ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അതുകൂടാതെ തന്നെ AGയും ഇത്തരത്തിലുള്ള ഒരു നിയമോപദേശമാണ് സർക്കാരിന് ഇന്നലെ കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 7 അംഗ അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ഒരു കാര്യം വീണ്ടും പറയുന്നു, ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങളോ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ പുറത്തുവന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘമല്ല. പകരം രഞ്ജിത്ത്, സിദ്ദിഖ് ഉൾപ്പെടെ, മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നടക്കം ഉയർന്നു വന്ന ചില ലൈംഗിക പീഡന പരാതികൾ ഉൾപ്പെടെയുള്ളവ ചില വനിതാ ചലച്ചിത്ര പ്രവർത്തകർ മുന്നോട്ട് വച്ചിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. ആ മൊഴികളിൽ അവർ വീണ്ടും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് കേസെടുത്ത് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സ്വാതി. അതെ VS അനു, എന്തായാലും കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ ആ ഒരു തീരുമാനം. ഷബ്ന സിയാദ് കൂടി ചേരുന്നുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്നും. ഷബ്ന സിയാദ്, ഇപ്പോൾ ഈ ഒരു ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി പ്രത്യേക സംഘത്തെയും നിയോഗിക്കും. അപ്പോൾ ഇതിനുള്ള ഒരു നിയമപരമായ പോരാട്ടം ഏതു രീതിയിലായിരിക്കും? സ്വാതി, ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. കാരണം സർക്കാർ ഇത് സംബന്ധിച്ച് നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിനോടും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോടും തേടിയിരുന്നു. അഡ്വക്കേറ്റ് ജനറലും DGPയും ഒരേ രീതിയിലാണ് നിയമോപദേശം നൽകിയിരുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നത്, ആരോപണങ്ങൾ ഉണ്ടായാൽ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങൾ വഴിയും ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളെ പോലീസ് കോൺടാക്ട് ചെയ്യണം. അതിനുശേഷം അവരുടെ പ്രാഥമിക മൊഴിയെടുക്കണം. ഈ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കണം ഇതിൽ FIR രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ഇതിൽ അന്വേഷണം നടത്തണം എന്ന രീതിയിലുള്ള നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചിരുന്നത്. കാരണം വലിയ തോതിൽ വ്യാപകമായ രീതിയിൽ പ്രതികരണങ്ങൾ ഇതിൽ വന്നിരുന്നു. അതുപോലെ സർക്കാരിനെതിരെയുള്ള വലിയ കുറ്റപ്പെടുത്തലും ഉണ്ടായി. ഈ ഘട്ടത്തിൽ കൂടിയാണ് സർക്കാർ ഇത്തരം ഒരു നിയമോപദേശത്തിന്റെ സാധ്യത, ഇത്തരം ഒരു വെളിപ്പെടുത്തൽ വന്നാൽ ഏത് രീതിയിലാണ് അത് കേസാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പോലീസിന് തുടർ നടപടി എന്താണ് സ്വീകരിക്കാൻ പറ്റുക എന്ന രീതിയിലുള്ള നിയമോപദേശത്തിലേക്ക് കടന്നത്. കാരണം പോലീസ്
സർക്കാർ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇതിൽ പരാതിയുമായി ആരെങ്കിലും എത്തിയാൽ അല്ലെങ്കിൽ നേരിട്ട് പരാതി നൽകിയാൽ മാത്രം ഇതിൽ നടപടി സ്വീകരിക്കാം. അല്ലാത്ത പക്ഷം മറ്റ് നടപടികളിലേക്ക് പോകാൻ സർക്കാരിന് പരിമിതിയുണ്ട്, നിയമപരമായ തടസ്സമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ഈ നടികൾ 2 നടിമാർ ഒരേ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ലൈംഗിക ആരോപണമാണ് ഉന്നയിച്ചത്. അത്തരം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അവരും പരാതി എഴുതി നൽകാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇനി എന്താണ് സർക്കാരിന് ചെയ്യാനുള്ളത് എന്ന സാധ്യതയായിരുന്നു സർക്കാർ തേടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DGP ഈ രീതിയിൽ നിയമോപദേശം നൽകിയത്. ആദ്യം ഈ ആരോപണം ഉന്നയിച്ച നടിമാരെ പോലീസ് കോൺടാക്ട് ചെയ്യുക, അതിനുശേഷം അവരുടെ പ്രാഥമികമായ ഒരു മൊഴി രേഖപ്പെടുത്തുക. അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയാൽ അവർ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് പോലീസിന് ബോധ്യം വന്നാൽ പിന്നീട് അത് പരാതിയായി എഴുതി നൽകേണ്ടതില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാം. ഈ മൊഴി ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചതാണോ, ആ മൊഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവർ ഉണ്ട് എന്ന് മറുപടി നൽകുകയാണെങ്കിൽ പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാം എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 7 അംഗ സംഘത്തെ നിയമിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ 7 അംഗ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആരോപണം ഉന്നയിച്ച ഇപ്പോൾ 2 നടിമാരല്ല, കൂടുതൽ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയും പല മാധ്യമങ്ങൾ വഴിയും ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കും. ഇപ്പോ നമുക്കറിയാം ഇതിന്റെ ഒരു നിയമ സാധ്യത എന്തെന്നാൽ പുതിയ നിയമ സംഹിത പ്രകാരം സെക്ഷൻ 173 പ്രകാരം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം എവിടെയെങ്കിലും വെളിപ്പെട്ടാൽ അത്തരത്തിൽ ആരെങ്കിലും പറയുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുകയോ ചെയ്താൽ പ്രാഥമിക അന്വേഷണം നടത്തണം എന്നാണ്. അതോടൊപ്പം തന്നെ 0 FIR രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും പുതിയ നിയമ സംഹിതയിലുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൃത്യമായി ഇപ്പോൾ ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റമോ എറണാകുളത്ത് നടന്നാൽ എറണാകുളത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നതിന് പകരം ഏത് പോലീസ് സ്റ്റേഷനിലും ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാം. ആ വിവരം അറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷന്റെ പരിധി നോക്കാതെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള 0 FIR സംവിധാനമുള്ള രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്കെല്ലാം പോലീസിന് കടക്കാം എന്ന രീതിയിലുള്ള നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകളെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കോൺടാക്ട് ചെയ്യുകയും അവരുടെ മൊഴി പ്രാഥമികമായി രേഖപ്പെടുത്തുകയും തുടർ നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതെ ഷബ്ന, സിനിമാ മേഖലയിലെ ഉയർന്നുവരുന്ന ലൈംഗിക ആരോപണങ്ങൾ ഗൗരവമായി മാറുന്നതിനിടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ ന്യൂസ് മലയാളം ഈ ഒരു വാർത്ത നൽകിയിരുന്നു. ഒടുവിൽ അതേ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. നിയമപരമായ ഗൗരവം സർക്കാർ തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ വിവരം തന്നെയാണ് ഷബ്ന സിയാദും നൽകിയത്.